പിന്നെ 2 കിലോ ഇറച്ചിയും 2-3 നാരങ്ങയും. ഓക്കെ. ഹേയ് ഗൈസ്, ഞാൻ പുറത്ത് പോകുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തന്നതാ ഇത്. പെട്ടെന്ന് വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ഒരു തോന്നലുണ്ടായി, ഒന്ന് പോയി ഹെയർ വാഷ് ചെയ്ത് സെറ്റ് ചെയ്താലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ കസിനെയും വിളിച്ചെടുത്തോണ്ട് നേരെ ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് കുറേ നടക്കേണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പ് എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷീണം തീർക്കാൻ 2 മിനിറ്റ് അവിടെ ഇരുന്ന് അതിനുശേഷം നേരെ ഹെയർ വാഷിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ പോയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കസിൻ അവിടെ ചെയ്യുന്നേ ഉള്ളായിരുന്നു. മെയിനായിട്ട് ഹെയർ വാഷിന് പോകുന്നതിൻ്റെ റീസൺ, അവർ ഹെയർ വാഷ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് തരും. അപ്പോൾ ഹെയർ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ധന്യയിലോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങളും സോപ്പും ഒക്കെ വാങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ലൈം കുടിക്കാൻ ഓർത്തിട്ട് നേരെ ഒരു ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. അവിടെ പോയി ഒരു ലൈമും പപ്സൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അവരവിടെ നിന്നൊരു പോള മുട്ടായി തന്നിട്ടുണ്ടായിരുന്നു. ഈ മുട്ടായി പണ്ട് ശരിക്കും കഴിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട് കഴിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് നടക്കുന്നുണ്ട്. നടക്കുന്ന വഴിക്ക് തോനെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ആദ്യമൊക്കെ കണ്ടു. പിന്നെ അവൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞാൽ നേരെ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഗൈസ്.